ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എളുപ്പത്തിൽ നല്ല രുചിയിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ്. ഇതിന് നമുക്ക് വേണ്ടത് പച്ചരിയും കുറച്ച് തേങ്ങയാണ്. പച്ചരി നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. രാവിലെയാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നേരമാണ് നമ്മുടെ വീഡിയോ ഇത് ആരെങ്കിലും കാണുന്നതെങ്കിൽ അയ്യോ ഞാൻ പച്ചരി വെള്ളത്തിൽ ഇട്ടില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. നമുക്കിത് പത്തിരിപ്പൊടി അരിപ്പൊടി ഇല്ലേ, നല്ല അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നന്നായിട്ട് കഴുകിയ പച്ചരി നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടുന്നു. അതിലോട്ട് നമ്മൾ ചിരകി വെച്ച കുറച്ച് തേങ്ങ എടുക്കണം. തേങ്ങയും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ജാറിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് കുറച്ചും വെള്ളവും ഒഴിച്ചു കൊടുത്തു. കുറച്ച് തേങ്ങ എന്ന് പറഞ്ഞാൽ ഒരു മുറി തേങ്ങയുടെ പകുതിയോളമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു കപ്പ് പച്ചരിക്ക് കേട്ടോ. അപ്പം ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് മിക്സി ജാർ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ പാലില്ലേ, പാലിനേക്കാളും കുറച്ചുകൂടെ ഒരു കട്ടിയായിട്ട് നമ്മുടെ ദോശമാവൊക്കെ പോലെ തന്നെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനിത് രാവിലെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്ന ദിവസങ്ങളിലോ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം എന്നുള്ള സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പ്ലാൻഡ് ആയിട്ട് എഴുന്നേൽക്കുന്ന ദിവസമാണ്, അതോടെ ഓർക്കണം. കാരണം അപ്പോഴല്ലേ നമുക്ക് തലേ ദിവസമേ അരിയൊക്കെ കുതിർത്ത് വെക്കാൻ പറ്റുള്ളൂ. മാവ് റെഡിയായി വന്നാൽ പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ ദോശയ്ക്ക് നല്ലൊരു ക്രിപ്സിനെസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ദോശ ചുട്ടെടുക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നെയ്യോ എണ്ണയോ ഒക്കെ നമ്മൾ പാനിൽ ദോശ ചുട്ടെടുത്തതിൻ്റെ ശേഷം തടവി കൊടുക്കുക കേട്ടോ. ഞാൻ നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം ഒരു 7 ദോശയൊക്കെ മതി. ഇന്ന് ഞാനിവിടെ ദോശയ്ക്ക് ബീഫ് കറിയാണ് കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം എണ്ണം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ദോശ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് മറിച്ചിടാതെ നമുക്ക് ഉപയോഗിക്കാം. എല്ലാതരം കറികളും നമുക്ക് ഇതിനെടുക്കാം കേട്ടോ. നിങ്ങളും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ അടിപൊളിയായിട്ട് തയ്യാറാക്കാവുന്ന ദോശ തയ്യാറാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.